അങ്ങനെ പൊന്നിൻ ചിങ്ങമാസം നമ്മളെല്ലാവരെയും തേടി എത്തിയിരിക്കുകയാണ്. ഈ ചിങ്ങമാസത്തിൽ ഏറ്റവും ആദ്യത്തെ ഓണം സെലിബ്രേഷൻ എന്ന് പറയുന്നത് എൻ്റെ അമ്മയുടെ കുടുംബശ്രീയിലായിരുന്നു. അപ്പം ഇത്തവണ ഞങ്ങളും രണ്ടുപേരും, ഞാനും ചേച്ചിയും പോകാമെന്ന് വിചാരിച്ചു. അപ്പം ഇവരുടെ എന്താണെന്ന് വെച്ചാൽ ഇവരെല്ലാവരും കൂടെ ഒന്ന് സന്തോഷിക്കാനും എന്താ പറയുക, അവരുടെ സൗഹൃദം പങ്കിടാനൊക്കെ കൂടിയാണ് ഇങ്ങനെയൊരു ഓണം സെലിബ്രേഷൻ വെക്കുന്നത്. അപ്പം അതിൽ സദ്യയ്ക്ക് ഓരോ കറികളും അവരോരോരുത്തരും വീട്ടിൽ നിന്ന് ഉണ്ടാക്കി ഈ പരിപാടി നടക്കുന്ന വീട്ടിലേക്ക് വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ അമ്മ ഇത്തവണ ഏറ്റത് പായസമായിരുന്നു. അപ്പോൾ രാവിലെ തന്നെ അമ്മ ഈ ഒരു പായസം ഉണ്ടാക്കുന്നതിനുള്ള തിരക്കിലും അതിൻ്റെ കാര്യങ്ങളിലുമായിരുന്നു. അപ്പോൾ ഞാൻ ഇന്നിടാനുള്ള ഡ്രസ്സ് അയൺ ചെയ്ത് വെക്കും, അങ്ങനെയൊക്കെയായിരുന്നു ഞാൻ. അപ്പോൾ ഈ ഒരു ടോപ്പും പിന്നെ ആ സെറ്റിൻ്റെ പാവാടയാണ് ഞാൻ ഇന്നിടാൻ പോകുന്നത്. അങ്ങനെ ഇവിടെ പായസം റെഡിയായി വന്നപ്പോഴത്തേനും ഞാനും ഡ്രസ്സിട്ട് റെഡിയായി. പിന്നെ കൈ കിട്ടിയതെല്ലാം എടുത്തിട്ടിട്ടുണ്ട്. സോ അപ്പം ഈ ഒരു ഓണം, അതായത് ഈ വർഷത്തെ ഓണത്തിന് എൻ്റെ ഒരു ഫസ്റ്റ് ലുക്ക് എന്ന് പറയുന്നത് ഇതാണ്. ഈ ആൻറ്റിയുടെ വീട്ടിലേക്ക് ഞങ്ങൾക്ക് നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ നടന്നാണ് പോകുന്നത്. ഇതാണ് ജാതി, ഇത് ഫുൾ ജാതിക്കത്തോട്ടം. ഇതാ നമ്മളവിടെ എത്തി. അപ്പോൾ കുടുംബശ്രീയിലെ കുറേ ആൻറ്റിമാരെല്ലാം അവിടെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഒരാളും കൂടിയും വരും. അപ്പോൾ ഇവരിവിടെ ഇവർക്ക് ആദ്യമേ ഒരു ഓണം സെലിബ്രേഷൻ അല്ല, അതിന് മുന്നേ എന്തോ അവർക്ക് കൊടുക്കാനോ അങ്ങനെ എന്തൊക്കെയോ പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ കുടുംബശ്രീയുടെ സെക്രട്ടറി. അപ്പോൾ സ്വാഗതമൊക്കെ ആയിരുന്നു ഫസ്റ്റ്. അത്തം വൈകുന്നേരം തുടങ്ങത്തുള്ളൂ, എന്നാലും നമ്മൾ ഓണാഘോഷം തുടങ്ങി. എല്ലാവർക്കും ഈ ഓണാഘോഷ പരിപാടിയിലേക്ക് എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ പ്രിയപ്പെട്ട എല്ലാ കൂട്ടുകാർക്കും ഈ വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ചില ദിവസങ്ങളിൽ ഞങ്ങളുടെ വീട്ടിലായിരിക്കും മീറ്റിംഗ് ഒക്കെ വരാറ്. അപ്പോൾ അതേപോലെ ഈ ഒരു ഇതിന് സെലിബ്രേഷൻ പോയപ്പോഴായാലും നമുക്കൊരിക്കലും ഇതിന് ബോറടി ഫീൽ ചെയ്യത്തില്ല. അതായത് നമുക്കിപ്പോൾ ഇത്രയും ഏജ് ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ നമുക്ക് അവരുടെ പ്രോഗ്രാംസിലൊക്കെ നമ്മളെങ്ങനെയാണ് ഇരിക്കുക, ആ ഒരു ബോറടി നമുക്ക് ഒരിക്കലും ഫീൽ ചെയ്യത്തില്ല. കാരണം ഇവർ നല്ല വൈബായിട്ടാണ് കാര്യങ്ങൾ പോകുന്നത്. ഇവർ അടിപൊളിയായിട്ട് ഇങ്ങനെ സന്തോഷിക്കുകയാണ്. അവരുടെ ഒരു സർക്കിളിൽ അവർക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള കുറച്ച് ആൾക്കാരുടെ കൂടെ ഏറ്റവും എന്താ പറയുക, ഭയങ്കരമായിട്ട് അവർ സന്തോഷിക്കുകയാണ് ഈ മൊമെൻറ്റ്സിൽ. അപ്പോൾ അത് കാണുമ്പോഴും ആ കൂടെ ചേരുമ്പോഴും നമുക്കും ഒരു സന്തോഷം. അപ്പം ഇന്ന് ഓണം സെലിബ്രേറ്റ് ചെയ്യാൻ ഞങ്ങൾ രണ്ടുപേരും മാത്രമല്ല, ഇവരും കൂടി ഉണ്ട്. ഇവർ ട്വിൻസാണ്. ഇവരുടെ വീടാണ് ശരിക്കും ഇത്. അപ്പം ഞങ്ങളും കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തു. ഈ കുഞ്ഞുങ്ങൂടെ ഉണ്ട്. ഞങ്ങളെല്ലാവരും ഈ കുടുംബശ്രീയിലെ ഓരോ അംഗങ്ങളുടെ മക്കളാണ്. അവർക്ക് ഇങ്ങനെ ഓണം സ്പെഷ്യൽ എന്തൊക്കെയോ കൊടുക്കാനും ഒക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ ഒരു ചെറിയ അത്തപ്പൂക്കളം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ ഈ 2 പേർക്ക് സ്പെഷ്യൽ ഗിഫ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോഴത്തേക്കും ഈ ഒരു ചെറിയ അത്തപ്പൂക്കളമൊക്കെ സെറ്റായി കഴിഞ്ഞു. അങ്ങനെ തിരുവാതിരയൊക്കെ കഴിഞ്ഞിട്ട് ഇനി ഓണപ്പരിപാടികളിലേക്കും ഓണത്തിൻ്റെ കാര്യങ്ങളിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് അവർ കയറിയൊക്കെയാണ്. അയ്യോ, കൊണ്ടുപോയി சில்ல சஞ்சாரி உன்னை எனக்கு நீ தாட்டி அதான் கணக்கு பூ மேட்ட ஊர மண்ணக்க கட்டி ஆத்தாடி என்ன மின்னுக்கு ஆமாட்டி எல்லாம் எனக்கு நீ கூட்டி வாசம் கூட்டுக்க ஒத்துக்கடி பொடி நக்கல வச்சிரு தவள அடிக்க பவன மல்லிய கட்டிக்கவா பவன ഓണസദ്യയിലെ പ്രധാനമായി ഉപയോഗിക്കുന്ന പ്രധാന പച്ചക്കറി ഏതാണ്? ഞാൻ ആദ്യം പറഞ്ഞു. ഓണക്കാലത്ത് കുട്ടികൾക്ക് പാരമ്പര്യം നൽകുന്ന സമ്മാനം അല്ല ഓണക്കോടിയല്ല. പാലാഴി കഴിഞ്ഞപ്പോൾ ലഭിച്ച ദേവി
മാവിൻ കൊമ്പേറുന്നൊരു പൂവാലിക്കുയിലേ, മാവേലി തമ്പുരാനായ ചൊല്ല്. സെക്കൻഡ് സുശീലമ്മ. സെക്കൻഡ് ചേച്ചി. ഹാപ്പി ഓണം. നാളെന്താ? രുചികളിൽ വിടരുന്ന നിറവയറൂണിന്റെ സന്തോഷം. പൂങ്കോഴി കസവിട്ട് ഊഞ്ഞാലിലാടുമ്പോൾ നിലവോരമുണരുന്നു സംഗീതം. തിരുവാമണിരാവ് മലയാളച്ചുണ്ടിൽ മലരോണപ്പാട്ട്, മാവിൻ കൊമ്പേറുന്ന പൂവാലിക്കുയിലേ, മലയാളച്ചുണ്ടിൽ പിന്നെ ഇതാ ഒരു ഗ്രൂപ്പ് ഫോട്ടോയോടുകൂടി ഈ ഓണം സെലിബ്രേഷൻ ഇവിടെ അവസാനിച്ചു. ഒരു